അപ്പോൾ നമ്മുടെ നെയ്മീൻ പൊള്ളിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ആവശ്യമായ കാര്യങ്ങൾ? അതായത് ഇത് നെയ്മീൻ ഇങ്ങനെ സ്ലൈസസ് ആക്കിയിട്ട് ഇതിന്റെ മസാലക്കൂട്ടിൽ ഇപ്പൊ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ചെറിയ പീസസ് ആയിട്ട് നെയ്മീൻ എടുത്തതിന് ശേഷം ഇത് എന്തെല്ലാം ഇപ്പൊ ചേർത്ത് വെച്ചേക്കുന്നത്? ഇതിന്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉലുവ. കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 10 മണി ഉലുവ, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുക. ഇതാണ് ഇപ്പൊ മീനിൽ പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടത് നമ്മുടെ സവോള ചെറുതായി നുറുക്കിയത് ഒരു 5 എണ്ണം, വലിയ സവാള ഒരു 5 എണ്ണം. പിന്നെ കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നടുക്കീറിയിരിക്കുന്ന പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് ലൈം ജ്യൂസ് വേണം. ഇതിന് ആദ്യമേ തന്നെ കുറച്ച് എണ്ണ കൂടുതലായിട്ട് ഒഴിച്ചു, ഒരു 6-7 ടേബിൾ സ്പൂൺ കാണും. അതിനകത്തേക്ക് ഈ സവോളയിൽ എന്താണ് ചെയ്യുന്നത്? പച്ചമുളക് ആഡ് ചെയ്യാം. നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരേണ്ട സമയമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മസാലയുടെ കാര്യം പറഞ്ഞിരുന്നു. ഈ മസാലയിൽ എന്തെല്ലാം ചേർത്തത്? ചേച്ചി എന്തെല്ലാമാണ് ഈ ഒരു മസാലക്കൂട്ട്? ഇതിനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മസാലക്കൂട്ടിൽ മസാലക്കൂട്ടിൽ തേങ്ങയുണ്ട്. തേങ്ങ എങ്ങനെ? നമ്മുടെ ഒരു 1/2 കപ്പ് തേങ്ങ. അതിന്റെ കൂടെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി. പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണോ? വലുത് മതി. വലുത് 4 ആക്കിയിട്ട് ഇടാം. എന്നിട്ട് കുറച്ച് ഉലുവ, അതായത് ഒരു 10 മണി ഉലുവ, പിന്നെ കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് മുളക് പൊടി, പിന്നെ പട്ട കരിയാമ്പു. ഇത് രണ്ടും എല്ലാം കൂട്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി മിക്സിയിലിട്ട് അടിച്ച കാര്യമാണ്. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഓക്കെ. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി എന്താണ് ചേർക്കേണ്ടത്? കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇനി മഞ്ഞൾപ്പൊടി കുറച്ച്, വളരെ കുറച്ച്, 1/4 ടീസ്പൂൺ പോലും വേണ്ട. ഇനി നമ്മുടെ നേരത്തെ ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള മസാലക്കൂട്ടുകളെല്ലാം കൂടി ചേർത്തിട്ടുള്ള സാധനം ഇതിലേക്ക് ചേർക്കുകയാണ്. ഇളക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ കുറവാ തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. മസാല നന്നായിട്ട് എണ്ണയിൽ വഴണ്ട് വരണം. നന്നായി എണ്ണ തെളിഞ്ഞു വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം. ഇതെല്ലാം നന്നായിട്ട് വാട്ടി കഴിഞ്ഞിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇല വാട്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ വാഴയിലക്കകത്ത് ഈ മീൻ വെച്ചിട്ട് ഈ ഗ്രേവി വെച്ച് പൊതിഞ്ഞ് കെട്ടും. എന്നിട്ട് വേറെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് മൂടി വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇലയോട് കൂടി ഫ്രൈ ചെയ്തെടുക്കണം. 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ പുതിന ഇലയും അതുപോലെ തന്നെ മല്ലി ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ഇലകളും ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ 2 ഇലകളും ഇതിലേക്ക് ഇട്ടത്. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കുക. തീ കുറച്ച് വെക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കുക. കുറച്ച് ചേർത്താൽ മതിയായിരിക്കും. മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ മീനിനുള്ള ഉപ്പ് അതിനകത്തുണ്ട്. ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം നമുക്ക്
ഇനി ഇതിനകത്ത് കുറച്ച് ലൈം ജ്യൂസ്. ഓക്കെ. ഈ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് കുക്കാവണം. ഓക്കെ. ടൊമാറ്റോ നന്നായിട്ട് ചേരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ലൈം ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ. 1.5 ടീസ്പൂൺ ഇതൊന്ന് ഒഴിച്ചു, 1.5 ടീസ്പൂൺ ലൈം ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇനി എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഇനി കുറച്ച് ഷുഗർ, ഇതെല്ലാം കൂടി ഒരു ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യും. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്മീൻ പൊള്ളിച്ചതിന് വേണ്ടി ആദ്യം നമ്മൾ ഈ മസാലക്കൂട്ടുകളെല്ലാം വെച്ചിട്ട് ഒരുവിധം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇലയിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്ന മീന് മാറ്റാൻ വേണ്ടി പോവുകയാണ്. മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇലയും ഇടുമോ? പുതിന ഇലയും ചേർക്കുന്നുണ്ട്. പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ആണല്ലോ അത് ഒഴിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഈ കെട്ടി വെച്ചിരിക്കുന്ന ഇത് ഇതിലോട്ട് ഇറക്കി വെക്കുക. ഇതിലേക്ക് വെക്കുക. കുറച്ച് എണ്ണ മതി അല്ലേ? ഇത് പൊള്ളിച്ചതാണ്, നെയ്മീൻ പൊള്ളിച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണ ഇതിലേക്ക് മതി പൊള്ളിച്ചെടുക്കാൻ വേണ്ടി. നമ്മളിത് മറച്ചിട്ട് കൊടുക്കുകയാണ്. വീണ്ടും കുറച്ചു നേരം അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫിഷ് റെഡി ആയിട്ട് വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് സമയം കൂടി എടുക്കും. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. നെയ്മീൻ പൊള്ളിച്ചത് റെഡി. സോ ടേസ്റ്റ് ചെയ്യാനുള്ള സമയം 5 മിനിറ്റ് സമയശേഷം. നമ്മുടെ നെയ്മീൻ പൊള്ളിച്ചത് രണ്ട് വശത്തും മാറി റീമ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ബ്രൗൺ കളറിലേക്ക് ഒരു വാഴയില മാറിക്കഴിഞ്ഞു. നെമ്മീൻ പൊള്ളിച്ചത് തയ്യാറായി കഴിഞ്ഞു. ചേച്ചി ഒരു സർവിങ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട് നെമ്മീൻ പൊള്ളിച്ചത്? ടേസ്റ്റ് അത്യുഗ്രനായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ മീനിൽ നിന്ന് ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചേർത്ത മസാലയ്ക്ക് വേണ്ട എണ്ണയെല്ലാം കൂടി പോയപ്പോൾ തന്നെ ഒരു പ്രത്യേകമായ ടേസ്റ്റാണ് നെമ്മീൻ പൊള്ളിച്ചതിനുള്ളത്. റീമ ചേച്ചി ഇപ്പം നമ്മുടെ പാചകത്തിൽ പുതുതായിട്ട് ഒന്നും പറഞ്ഞിടാത്തവർക്ക് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടി തന്നെ ക്ലാസ്സസ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പം ക്ലാസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ചേച്ചിയുടെ സമയം മറ്റുള്ളവർക്കും കൂടി പാചകം വീട്ടിൽ ഒരു ആഹ്ലാദകരമാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സോ തൃശ്ശൂരിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചേച്ചിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പാചകം പഠിപ്പിക്കാൻ വേണ്ടി ചേച്ചി സസജ്ജമായി തന്നെ ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. എല്ലാ വ്യത്യസ്തമായ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ടേസ്റ്റ് ടൈം പ്രേക്ഷകരോടൊപ്പം ഞങ്ങളോടൊപ്പം എല്ലാം സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.